വാവ്! വാട്ട് എ ഗെയിം ഓഫ് ഫുട്ബോൾ. സെമി ഫൈനൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സെമി ഫൈനൽ കാണണം. എന്നാലേ നമ്മൾ ഫുട്ബോൾ ഫാൻസിന് എന്താ പറയുക സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. ഈ വേൾഡ് കപ്പിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഗെയിം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് കറന്റ്ലി ദ ബെസ്റ്റ് ഗെയിം. ഫ്രാൻസിനെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്പെയിൻ ദ യൂറോപ്യൻ ചാമ്പ്യൻസ് അങ്ങനെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. സോ വാട്ട് എ ഗെയിം. ഈ കളി തുടങ്ങി ആദ്യത്തെ ഒരു 20 മിനിറ്റ്സ് അൺടിൽ ആ പെനൽറ്റി വരുന്നത് വരെ 2 ടീമുകളും ഒപ്പത്തിനൊപ്പമായിരുന്നു. ഏകദേശം 50-50യിൽ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു പെനൽറ്റി ഡിസിഷൻ വന്നതിന് ശേഷം അവർ അത് കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ അങ്ങോട്ടേക്ക് കാണുന്നത് വെച്ച് പറഞ്ഞാൽ ഡിഫറൻറ്റ് സ്പെയിൻ. നമ്മൾ ഇത്ര നാളും കണ്ട ഒരു സ്പെയിൻ ആയിരുന്നില്ല. ഈ വേൾഡ് കപ്പിൽ ഡെഫിനറ്റ്ലി അവരൊരു ഡോമിനന്റ് ടീം തന്നെയായിരുന്നു. ജസ്റ്റ് ഒരു ഗോൾ മാത്രം വഴങ്ങിയിട്ടാണ് അവർ ഈ സെമി ഫൈനലിൽ എത്തിയത്. സെമി ഫൈനലിൽ കൂടെ അവർ ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതുവരേക്ക് ഒരു ഗോൾ മാത്രം അവർ വഴങ്ങി ടോട്ടൽ 19 ഗോൾസ് സ്കോർ ചെയ്തിട്ടാണ് അവർ ഫൈനലിൽ എത്തിയിരിക്കുന്നത്. സോ അത്രയും ഒരു ഡോമിനന്റ് പെർഫോമൻസ് കീപ്പ് ചെയ്തു. എന്നിട്ട് ആ പെനൽറ്റി വന്നു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ദേ ചേഞ്ച്ഡ്. സ്പെയിൻ മൊത്തത്തിലങ്ങ് മാറി. അവരെന്ന് പറഞ്ഞാൽ ഫുൾ ആധിപത്യം സ്ഥാപിക്കുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. ആ ഗെയിം മൊത്തത്തിൽ അവർ കൺട്രോൾ ചെയ്തു. ആൻഡ് മിഡ്ഫീൽഡ് എടുത്തു പറയേണ്ടത് റോഡ്രി ആൻഡ് ഫാബിയൻ റൂയിസ്. അവരുടെ ആ ഒരു മിഡ്ഫീൽഡ്, പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡാനി ഓമയും ഇവർ ഒയസ് ബലാൽ ഒക്കെ ഉണ്ട്. അപ്പം ആ ഒരു മിഡ്ഫീൽഡ് മൊത്തത്തിൽ ആ കളി അങ്ങ് കൺട്രോൾ ചെയ്ത് ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ആ കളത്തിൽ തന്നെ ഇല്ല. മിഡ്ഫീൽഡ് ഒരു ടീം ഹാൻഡിൽ ചെയ്തിട്ട് മിഡ്ഫീൽഡ് വിജയിച്ചു കഴിഞ്ഞാൽ ദ ഗെയിം ഇസ് ഇൻ കൺട്രോൾ. ഈ സ്പെയിൻ ടീം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. ദേ ടുക്ക് ഓവർ. ആ ഗെയിം മൊത്തത്തിൽ അങ്ങ് ഏറ്റെടുത്ത് പിന്നീട് അതിനുശേഷം ഫ്രാൻസിന് ഒരു രീതിയിലുള്ള മറുപടിയും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇതിൻ്റെ പൊസഷൻ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞിരുന്നാൽ 51% സ്പെയിൻ, 49% ഫ്രാൻസ്. അവിടെ ഏകദേശം തുല്യത എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു കളിയുടെ ഡോമിനേഷൻ ലെവലിൽ നോക്കിക്കഴിഞ്ഞിരുന്നാൽ ദേ ഹാഡ് സ്പെയിൻ ഹാഡ് ലൈക്ക് മൊത്തത്തിലുള്ള കൺട്രോൾ. പിന്നെ ഇതിനകത്ത് എടുത്തു പറയണമെന്ന് വെച്ചാൽ ഡിഫൻസ്. വാട്ട് എ ഡിഫൻസീവ് പെർഫോമൻസ് ബൈ സ്പെയിൻ. എംബാപ്പെ, ഡെംബലെ, മൈക്കിൾ ഒലീസെ, ബ്രാഡ്ലി ബാർക്കോള, ഈ ഒരു ഫോർവേഡ് ലൈനെ പിടിച്ച് കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. പൗ കുബാസി ഒരു രക്ഷയില്ലാത്ത ഡിഫൻഡർ. ഹി ഹാഡ് എംബാപ്പെ ഇൻ ഹിസ് പോക്കറ്റിൽ ഇട്ടിട്ട് കൊണ്ടുപോയി. എംബാപ്പയ്ക്ക് ഒരു രീതിയിലുള്ള പെർഫോമൻസും ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മോശം പെർഫോമൻസ് എംബാപ്പയുടെ ഭാഗത്തു നിന്ന് വന്നതെന്ന് പറഞ്ഞാൽ ദറ്റ് ബിക്കോസ് ഓഫ് കുബാർസി. കുബാർസി എന്ന് പറഞ്ഞാൽ പൂട്ടി, മണിച്ചിത്ര താഴിട്ട് പൂട്ടി എന്ന് വേണം തന്നെ പറയാനായിട്ട്. ജസ്റ്റ് 1-2 ഷോട്ട്സ്, ഹാഫ് ചാൻസസ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് എംബാപ്പയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഡിഫൻസിലെ മറ്റൊരു മെയിൻ പ്ലെയർ എന്ന് പറഞ്ഞാൽ കുക്കുറയ. കുക്കുറയ ഹാഡ് എ വണ്ടർഫുൾ പെർഫോമൻസ്. ആ ഒരു സൈഡിൽ നിന്നിട്ട് മൊത്തത്തിൽ എന്താ പറയുക പലതരത്തിലുള്ള അറ്റാക്കും ഫ്രാൻസിൻ്റെ അറ്റാക്ക് എല്ലാം ഡൈല്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് ശരീരം അല്ലെങ്കിൽ മുഖത്ത് അടി കൊള്ളയോ ശരീരത്തിന് ചവിട്ട് കൊള്ളയോ എന്ത് വേണമെങ്കിലും ഞാൻ സഹിക്കാം. പക്ഷേ ഈ എൻ്റെ ഭാഗത്തുനിന്ന് അകത്തേക്ക് ഒരു ബോൾ ഞാൻ കയറ്റി വിടത്തില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിട്ടാണ് കുക്കുറയ കളിച്ചത്. അതിന് പല തരത്തിലുള്ള രീതിയിലാണ് കുക്കുറയ ഡിഫെൻഡ് ചെയ്തത്. എപ്പോൾ വന്നാലും നമ്മൾ വിചാരിക്കും ഓക്കെ ചിലപ്പോൾ ഇതൊരു ചവിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ അടി ചിലപ്പോൾ മുഖത്ത് കൊള്ളും. അപ്പം പക്ഷേ എന്നിരുന്നാലും ഒരു പേടിയില്ല. അവിടെ തല വെക്കണമെങ്കിൽ തല വെക്കും, ശരീരം വെക്കണമെങ്കിൽ ശരീരം വെക്കും. ഇനി എന്ത് വെക്കണമെങ്കിലും ആ ബോൾ തടയാൻ വേണ്ടിയിട്ട് കുക്കുറയ പരിശ്രമിച്ചു. ആൻഡ് ദാറ്റ് വാസ് ലൈക്ക് എന്താ പറയുക പീക്ക് സെമി ഫൈനൽ പെർഫോമൻസ് ബൈ ഇൻഡിവിജ്വൽസ്. ഇതിനകത്ത് എടുത്തു പറയേണ്ട 2 ഇൻഡിവിജ്വൽസ് ആണ് റോഡ്രി. റോഡ്രി എന്നുള്ള ഒരു താരം നമ്മളെ മിഡ്ഫീൽഡിൽ ഉണ്ടെങ്കിൽ യു അതെന്ന് പറഞ്ഞാൽ അതൊരു സൈലന്റ് ഒരു ഒരു ഇതാണ്, മനസ്സിലായില്ലേ? നമ്മൾ ഈ കാണുന്ന ഫ്ലാഷി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല. മിഡിലൊരു വ്യക്തി ഉണ്ട്. ആ വ്യക്തി എന്ന് പറഞ്ഞാൽ പൊസിഷനിങ് എവിടെ ആൾ നിൽക്കണം എന്നുള്ളൊരിടത്ത് ഉണ്ട്. ഇപ്പം ഫ്രാൻസിൻ്റെ അറ്റാക്ക് വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ നോക്കുമ്പം അവിടെ വന്നിട്ട് ഒരു ഇൻ്റർസെക്ഷൻ ഒരു ബ്ലോക്ക് കഴിഞ്ഞിട്ട് ബോൾ തിരിച്ചു പോവുക ചെയ്യുന്നത്. അവിടെ എന്തുകൊണ്ടെന്നാൽ റോഡ്രി എന്നുള്ളൊരു വ്യക്തി അവിടെയുണ്ട്. ഹി വാസ് ദെയർ ടു ലൈക്ക് ഡിഫെൻഡ്. ആ ഡിഫെൻസിവ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ നിന്നിട്ട് പല ബോളുകളും സ്റ്റോപ്പ് ചെയ്യുന്നു, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അവിടുന്ന് കറക്റ്റായിട്ട് പാസ് ചെയ്തിട്ട് ആ അറ്റാക്ക് വലിയ രീതിയിൽ ഡൈല്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഫ്രാൻസിൻ്റെ അറ്റാക്ക് ഏകദേശം അവിടം വരെ വരുന്നുള്ളൂ. 2 സൈഡിൽ കൂടെ കുറച്ച് വരുന്നുണ്ട്. പക്ഷേ ഈ നടുക്കൂടെ വരുന്ന അറ്റാക്കുകളെല്ലാം ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടിട്ട് വളരെ ഈസി ആയിട്ട് ബോൾ അടുത്ത പ്ലെയറിന് കൊടുത്ത് വാങ്ങുന്നു. അവിടുന്ന് വീണ്ടും കളി തുടർന്നുകൊണ്ട് പോകുന്നു. സോ റോഡ്രി ഹാഡ് എ മാസ്റ്റർഫുൾ പെർഫോമൻസ്. ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു. നമുക്കറിയാം റോഡ്രി കഴിഞ്ഞ വർഷത്തെ ബാലൻഡോർ വിന്നറായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു പ്ലെയറിന് കൊടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു ഗെയിം തന്നെയായിരുന്നു ഇത്. ഹി ഹാഡ് എ മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ്. സോ ഞാൻ പറഞ്ഞതുപോലെ 50-50 ഗെയിം ആയിരുന്നു അൺടിൽ ദ 20th മിനിറ്റ്. ആ സമയത്താണ് ലൂക്കസ് ഡീൻ വരുത്തിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക്. ഒരു ക്ലിയറൻസ് ഫസ്റ്റ് ഹെഡ് ചെയ്ത് മാറ്റുന്നു. പിന്നെ അത് ബോൾ കുതിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബോൾ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നു. ആ സമയത്ത് അത്
അവിടെ ലെമീൻ യമാൽ ഓടി വന്നിട്ട് ആ ബോൾ എടുക്കാൻ വരുന്നു, ലൂക്കസ് ഡീൻ വന്നിട്ട് ചവിട്ടി അവിടെ ഇടുന്നു. ഹീ ഈസ് നോട്ട് വാച്ചിങ് ദ പ്ലെയർ, ഓടി വരുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല, എങ്ങനെയെങ്കിലും ആ ബോൾ അടിച്ച് കളയണമെന്നേ ഉള്ളൂ. ആ ഒരു പെനൽറ്റി ബോക്സിൻ്റെ അകത്ത് അങ്ങനത്തെ അത്രയും ടൈം എടുത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ മിസ്റ്റേക്ക്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഹെഡ് ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ അത് വീണ്ടും താഴെ വന്നിട്ട് അടിച്ച് കളയാൻ വേണ്ടിയിട്ട് അത്രയും ടൈം കിട്ടുന്നില്ല, ബിക്കോസ് ഫാസ്റ്റ് ഗെയിമാണ്. അപ്പം അത്രയും ഡിലേ ചെയ്തുകൊണ്ടാണ് അത് വന്നത്. ആൻഡ് ഓയർസ്ബൽ കറക്റ്റായിട്ടുള്ള ഒരു സൂപ്പർ പെനൽറ്റി സ്കോർ ചെയ്യുന്നു. സ്കോർ ചെയ്തതിന് ശേഷം പിന്നീട് സ്പെയിൻ ഫുൾ കൺട്രോളിലായി. ആൻഡ് ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പറഞ്ഞാൽ ആ മിഡ്ഫീൽഡ്, ഇവരുടെ ചുവമിനിയും ഏഡ്രിയൻ റാബിയോ, ഇവർക്കൊന്നും ചെയ്യാൻ ഇല്ല. ദേ വർ ട്രൈയിങ് സംതിങ് ആൻഡ് ഓൾ, പക്ഷേ അത് ഒട്ടും അത് ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഈ ഗെയിമിൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ച് പറഞ്ഞാൽ ചുവമിനി പരിക്ക് കഴിഞ്ഞിട്ട് വരുന്നതാണ്. ആൻഡ് എന്തുകൊണ്ടാണ് ദിദിയർ ദശാംസ് അങ്ങനെ ഒരു മാറ്റം ഈ ഗെയിമിൽ കൊണ്ടുവന്നതെന്ന് മനസ്സിലാകുന്നില്ല. ബിക്കോസ് മനുക്കോണെ ഇതിന് മുമ്പത്തുള്ള ഗെയിംസ് എന്ന് പറഞ്ഞാൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ അത് കട്ട് ചെയ്തിട്ടാണ് ചുവമിനിനെ വീണ്ടും അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോഴത്തേനും തന്നെ ലൈക്ക് ആ ഒരു മിഡിൻ്റെ ആ ഒരു കൺട്രോൾ പോയി. കോണെ വന്നതിന് ശേഷം നമ്മൾ പിന്നീട് കാണുന്ന പറഞ്ഞാൽ കോണെ വാസ് ട്രൈയിങ് സംതിങ് ഔട്ട്. അപ്പം കുറച്ചൊരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് കോണയ്ക്ക് പറ്റി. അതും സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടാണ്. സോ അതിൻ്റെ അകത്ത് അപ്പോഴത്തേന് കളി കൈവിട്ട് പോയി. സോ ഈ ഒരു ഡിസിഷൻ എനിക്ക് തോന്നുന്നത് ഒരു റോങ് ഡിസിഷൻ തന്നെയായിരുന്നു. കോണെ തന്നെ വരണമായിരുന്നു ആദ്യമേ, ചുമിനിനെ പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ളതാണ്. സോ ബട്ട് ദെൻ അത് നടന്നില്ല. പിന്നെ അതിനുശേഷം കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ആ സെക്കൻഡ് ഗോൾ വീഴുന്നു. പെഡ്രോ പോറോ നല്ല രീതിയിൽ ബോളുമായിട്ട് മുമ്പോട്ട് പോകുന്നു. ആൻഡ് ദെൻ ഡാനി ഓമോക്ക് കൊടുക്കുന്നു. ഡാനി ഓമോ അത് ഒരു 1-2 കളിച്ച് അകത്തേക്ക് വരുന്നു. ആരും പ്രതീക്ഷിക്കുന്നില്ല പെഡ്രോ പോറോ അകത്തേക്ക് ഓടി കയറുന്നത്. അവിടെ ഡാനി ഓമോ ഒരു ഫൗൾ ചെയ്യപ്പെടും, വലിച്ചിടുകയാണ് ചെയ്തത്. പക്ഷേ ആ സമയത്ത് തന്നെ ആ ഒരു പാസ് പോയി കഴിഞ്ഞു. ആൻഡ് ഓടി വരുന്ന പെഡ്രോ പോറോ അത് കിട്ടിയിട്ട് ഈസി ഒരു കാം ഫിനിഷ് ആയിട്ട് പെനൽറ്റി വലയുടെ സൈഡിലോട്ട് അടിച്ച് ഇടുന്നു. ഓക്കെ, സോ ആൻഡ് ദാറ്റ് കംപ്ലീറ്റ്സ്. ആ 2 ഗോൾ വീണ് കഴിഞ്ഞപ്പോൾ പിന്നെ ഉറപ്പിച്ച് ഇനി അങ്ങോട്ടേക്ക് ഫ്രാൻസിനൊന്നും ചെയ്യാനില്ല. ബിക്കോസ് ഇത്ര നേരം വരെ പൂട്ടി വെച്ചിരുന്നതാണ്. ആൻഡ് ഡിഫൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഡിഫൻസീവ് സ്ട്രക്ചർ, ഒരു പഴുത് പോലും ഇല്ല, അകത്തേക്ക് കയറാനായിട്ടുള്ള ഒരു വഴിയും ഇല്ല. എല്ലാം അടച്ചു വെച്ചിട്ട് അവർ പ്രോപ്പറായിട്ടൊരു കോട്ട കെട്ടി ഒരു എന്താ പറയുക, അങ്ങനെയാണ് അവർ ഡിഫെൻഡ് ചെയ്തത്. സോ 2 ഗോൾ വീണ് കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഡൺ. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ലെമീൻ യമാലിൻ്റെ ഒരു ഗോൾ ദാറ്റ് വാസ് ലൈക്ക് ഓഫ് സൈഡ് അങ്ങനെ വിളിക്കപ്പെടുന്നു. പിന്നെ ഈ കളിയിൽ എംബാപ്പയുടെ കാര്യം നോക്കിയിരുന്നാൽ ലൈക്ക് ഹി വാസ് നോട്ട് മേക്കിംഗ് റൺസ് അറ്റ് ദ പ്രോപ്പർ ടൈം. ഒരു 4-5 പ്രാവശ്യം കൊണ്ട് ഓഫ് സൈഡ് വിളിക്കപ്പെടുന്നു. അപ്പം ആ ഒരു റൺ മേക്ക് ചെയ്യുക അതൊക്കെ ഭയങ്കരമായിട്ടൊരു ഡിഫക്റ്റ് ആയിട്ട് തോന്നി. കുറേ ലോങ് ബോൾസ് വരുന്ന സമയത്ത് ഒരു ടൈമിംഗ് മാറിപ്പോകുന്നു. വേഗം എടുത്ത് വെച്ച് ഓടി ആ ഒരു ഓഫ് സൈഡ് ലൈൻ കട്ട് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ്. സോ ഹി കുഡ് നോട്ട് ഡു എനി ബെറ്റർ. ഫ്രാൻസ് കോച്ച് ദിദിയർ ദശാംസിൻ്റെ അവസാനത്തെ ഇൻ്റർനാഷണൽ ഗെയിമാണ്. പക്ഷേ തോൽവിയോട് കൂടിയാണ് പടിയിറക്കം. ഒരു വേൾഡ് കപ്പ് ട്രോഫി നേടി അതിനുശേഷം ടീം വിട്ട് പോകാം എന്നുള്ളൊരു ആഗ്രഹം പക്ഷേ നടക്കുന്നില്ല. സോ സിനദീൻ സിദാൻ കംസ് ആസ് ദ കോച്ച്. ഏകദേശം സെറ്റായിരിക്കുകയാണ്. ആൻഡ് ഹി വിൽ ടേക്ക് ഓവർ ദിസ് ടീം ഇൻ ദ കമ്മിങ് ഡേയ്സ്. അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഗെയിമോടുകൂടി ഒരു കാര്യം മനസ്സിലായി, അടുത്ത സെമി ഫൈനൽ കളിച്ച് വരുന്ന ടീം ദാറ്റ് ഈസ് ഇംഗ്ലണ്ട് ഓർ അർജൻറ്റീന, ആര് ഫൈനലിൽ വന്നു ചേർന്നാലും അവർക്ക് ഒട്ടും ഈസി ആയിട്ടുള്ളൊരു സാധ്യതയില്ല. കാരണം ഫ്രാൻസ് എന്നുള്ള നമ്പർ 1 ടീം, ബുക്കീസ് ഏറ്റവും കൂടുതൽ ഇത് കൊടുത്തിരുന്നത്, ഓപ്ഷൻ കൊടുത്തിരുന്നത് പറഞ്ഞാൽ ഫ്രാൻസ് വിജയിക്കാനായിട്ടായിരുന്നു. ആൻഡ് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സ്പെയിൻ ഇത്രയും ഡോമിനേറ്റ് ചെയ്ത് കളിക്കാം എങ്കിൽ ഫൈനലിന് ഏത് ടീം വന്നു കഴിഞ്ഞാലും ദേ വിൽ ഹാവ് ടു ലൈക്ക് ഗോ ത്രൂ, എന്താ പറയുക, അത്രയും ടൈറ്റ് ആയിരിക്കും. ഒട്ടും ഈസി ആകാനായിട്ടുള്ള സാധ്യതയില്ല. അവർക്കെതിരെ ജയിക്കണമെങ്കിൽ ഒരു ഗോളെങ്കിലും അടിക്കണം അല്ലേ. അപ്പോൾ ഈ ടൂർണമെൻറ്റിൽ ഈ സെമി ഫൈനൽ വരെ ഒരു ഗോൾ മാത്രമേ ഏതെങ്കിലും ഒരു ടീം അവർക്കെതിരെ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഫൈനലിൽ ജയിക്കണമെങ്കിൽ അവർക്കെതിരെ ഗോൾ അടിച്ചേ പറ്റൂ എന്നുള്ള ഇതാണ്. ഇത്രയും ഒരു ഒരു എന്താ പറയുക, ഒരു ഫോർവേഡ് ഫോഴ്സ് ആയിട്ടുള്ള ഫ്രാൻസിന് പോലും അവർക്കെതിരെ ഗോൾ അടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ദെൻ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി നോട്ട് ബി ഈസി ഫോർ ഐദർ അർജന്റീന ഓർ ഇംഗ്ലണ്ട്. ഇപ്പോഴത്തെ അഭിപ്രായത്തിൽ ഈ ഒരു ഗെയിം കണ്ടോടുകൂടി എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ സ്പെയിനിനെ തോൽപ്പിക്കാനായിട്ട് അത് എളുപ്പമാവില്ല. ഇതിനിപ്പോൾ ആർക്കാണെങ്കിലും എളുപ്പമാവില്ല. ദേ ആർ ദ കറണ്ട് യൂറോപ്യൻ ചാമ്പ്യൻസ്. അത് ആ ചാമ്പ്യൻസ് എന്താണെന്നുള്ള കളി തന്നെയാണ് അവർ കാഴ്ചവെച്ചത്. സോ നമ്മളെല്ലാവരും വിചാരിച്ച ഫ്രാൻസ് തൂക്കുന്ന, പക്ഷേ നോ, ഇറ്റ് വാസ് നോട്ട് ഫ്രാൻസ്. ഫ്രാൻസിനുള്ള ഒരു അവസരവും അവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. സോ എനിവേസ് ലൈക്ക് ഇതോടുകൂടി ലൈക്ക് ഐ അണ്ടർസ്റ്റാൻഡ് ദേ ആർ ഗോയിങ് ടു വിൻ. എനിക്ക് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് സ്പെയിൻ ആയിരിക്കും അടുത്ത ചാമ്പ്യൻസ് എന്നാണ് ഈ കളിയോടുകൂടി മനസ്സിലാകുന്നത്. സോ വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ ഗെയിമിനെ കുറിച്ചിട്ട്? സ്പെയിനിൻ്റെ ഈ ഒരു ഡോമിനേറ്റിംഗ് ഡിസ്പ്ലേ അത് വേൾഡ് കപ്പ് ഫൈനൽ അവർക്ക് ജയിക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഒരു പാത്ത് തന്നെയാണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ച് പറഞ്ഞാൽ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, പിന്നെ എല്ലാവരും ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ. ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈക്ക് തരിക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.